വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യൂക്ക് ബൈറ്റ്സ്. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി അടയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഈവനിങ് ടീയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു സ്നാക്കാണ് ഈ റാഗി അട. ഒരു സ്പെഷ്യൽ ഫില്ലിംഗ് കൊടുത്തിട്ടാണ് ഈ റാഗി അട ഉണ്ടാക്കിയിരിക്കുന്നത്. അട ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് നൈസായിട്ടുള്ള റാഗിപ്പൊടി, പാകത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഒരു കപ്പ് റാഗിപ്പൊടി എടുക്കുമ്പോൾ ഒരു കപ്പ് നല്ല തിളച്ച വെള്ളം ചൂടോടുകൂടെ ഒഴിച്ച് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ് ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു വയ്ക്കാം. ഫില്ലിങ്ങിനായിട്ട് ഒരു കപ്പ് ചിരവിയെടുത്ത തേങ്ങ, ഫ്ലേവറിനായിട്ട് ഏലക്കായ 1/2 ടീസ്പൂൺ പൊടിച്ച് ചേർത്ത് മിക്സ് ചെയ്യാം. മധുരത്തിനായിട്ട് പഞ്ചസാരയ്ക്ക് പകരം സോഫ്റ്റായിട്ടുള്ള ഡേറ്റ്സ് ഒരു 12 എണ്ണം കുരുവൊക്കെ മാറ്റി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചേർക്കുന്നത് ഒരു ഏത്തപ്പഴം തൊലിയൊക്കെ മാറ്റി ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തതാണ്. വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവരും അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഏത്തപ്പഴത്തിന് പകരം റോബസ്റ്റ് പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 12 കാഷ്യൂനട്ടും ചെറുതായി കട്ട് ചെയ്തെടുത്തും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. മധുരം ചേർത്തില്ലെങ്കിലും ഈ ഫില്ലിങ്ങിന് പാകത്തിനുള്ളൊരു മധുരം തോന്നും നമുക്ക് കഴിക്കുമ്പോൾ. ചൂടാറി വന്ന റാഗിപ്പൊടി കൈവച്ച് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കണം. വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ 2 സ്പൂൺ വെള്ളം ചേർത്ത് കുഴയ്ക്കാം. അട സോഫ്റ്റായി വരാൻ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇല കഴുകി തുടച്ചതിലേക്ക് ഒരു പോർഷൻ മാവ് വെച്ച് കുറച്ച് വെള്ളം തൊട്ട് അട വളരെ കനം കുറച്ച് പരത്തിയെടുക്കണം. എപ്പോഴും അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കനം കുറച്ച് പരത്തിയെടുത്താലേ അട കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു പോർഷൻ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി എല്ലാ സൈഡും നന്നായിട്ട് സീൽ ചെയ്തെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള അടയും പരത്തി ഫില്ലിംഗ് വെച്ചെടുക്കണം. ഈ ഒരു അളവിൽ മാവ് എടുക്കുമ്പോൾ ഒരു 5 അടയായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്കിത് സ്റ്റീം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പച്ചെമ്പിൽ വെള്ളം ഒഴിച്ച് ചൂടാക്കി അതിൻ്റെ മേലെ തട്ട് വെച്ച് സ്റ്റീം കുക്ക് ചെയ്തെടുക്കുക. 12 മുതൽ 14 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. അട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള അടയായിരിക്കും ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കിട്ടുക. അതുപോലെ ഇതിൻ്റെ ഫില്ലിങ്ങിനും ഒരു പ്രത്യേക രുചിയാണ്. നമ്മൾ മധുരം ചേർത്തിട്ടില്ലെങ്കിലും ആ ഡേറ്റ്സിൻ്റെയും നല്ല പഴുത്ത പഴത്തിൻ്റെയൊക്കെ മധുരം ചേർന്ന് ഒരു പ്രത്യേക രുചിയാണ് ഈ അടയ്ക്ക്. ആരും മധുരം ചേർത്തിട്ടില്ല എന്ന് പറയില്ല. ഉണ്ടാക്കി കഴിച്ച് നോക്കിയാലേ നമുക്കത് അറിയുള്ളൂ. അതുപോലെ നട്ട്സൊക്കെ ചേർത്തുകൊണ്ട് ഇടയ്ക്കൊരു ബൈറ്റ് കിട്ടുമ്പോൾ കഴിക്കാനും നല്ലൊരു രുചിയുള്ള അടയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം. താങ്ക് യു.